നമസ്തേ, എല്ലാവർക്കും വർണ്ണരൂപിണിയിലേക്ക് സ്വാഗതം. ഇന്ന് ജപമാല ഉപയോഗിച്ച് എങ്ങനെയാണ് ജപിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് ജപമാലയെ നമുക്കൊന്ന് പരിചയപ്പെടാം. പലതരത്തിലുള്ള ജപമാലയുണ്ട്. തുളസി, രുദ്രാക്ഷം, ചന്ദനം, രക്തചന്ദനം, വേപ്പ്, കരിങ്കാലി, വെള്ളം തിളപ്പിക്കുന്നതല്ല കേട്ടോ, സ്ഫടികം. ഇതാണ് സ്ഫടികമാല. അങ്ങനെ പലതരത്തിലുണ്ട്. പിന്നെ മുത്തിൻ്റെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. 108 ഉള്ളതുണ്ട്, 54 ഉള്ളതുണ്ട്, 16 അങ്ങനെ. ഇത് 108ൻ്റെ മാലയാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഗുരു തന്നതാണ്. പക്ഷെ എന്ത് മുത്താന്നുള്ളത് അറിയില്ല. പിന്നെ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നതും ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ മാലേനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ചെണ്ട്. ഈ ചെണ്ടിനെ നമ്മൾ പറയുന്നത് ബ്രഹ്മഗ്രന്ഥി എന്നാണ്. ഈ മാല മൊത്തത്തിൽ 109 മുത്തുണ്ട്. ഈ മുത്തിനെ നമ്മൾ ഗുരുമുത്ത് എന്ന് പറയും. ഗുരുമുത്ത്, മേരു, സുമേരു, അങ്ങനെ സങ്കല്പം എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ശിവന്റെ നാമങ്ങളാണ് ചൊല്ലുന്നതെങ്കിൽ ഇതിനെ ശിവനായിട്ട് സങ്കല്പിക്കും. കൃഷ്ണൻ്റെതാണെങ്കിൽ കൃഷ്ണനായിട്ട് സങ്കല്പിക്കും. ദേവീൻ്റെതാണെങ്കിൽ ദേവിയായിട്ട് സങ്കല്പിക്കും. അങ്ങനെ ചില മാലകൾക്കിടയിൽ ഈ മുത്തുകൾക്കിടയിൽ ഒരു കെട്ട് കാണാം വേർതിരിക്കുന്നത്. അതിനെ നമ്മൾ ഗ്രന്ഥി എന്ന് പറയും. ഇതിലതില്ല. ഇനി നമുക്ക് എങ്ങനെ ജപിക്കേണ്ടത് നോക്കാം. നമുക്ക് ചമ്രം മടഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടായ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരിക്കാം. അപ്പം ജപിക്കുമ്പോൾ നേരെ മുന്നോട്ട് നോക്കിയിരിക്കണം. അല്ലാതെ മാലേനെ നമ്മൾ നോക്കാൻ പാടില്ല. അപ്പം മാലേനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെപ്പോൾ തീരും അങ്ങനെ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം മാലേനെ നോക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം മാല നമ്മൾ വലത് കൈയിലെ മോതിരവിരലിൽ ഇടുക. എന്നിട്ട് നമുക്ക് ഈ നടുവിരലും തള്ളവിരലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ നീക്കാം. ക്യാമറയിൽ കാണാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ പിടിക്കുന്നത്. മോതിരവിരലിൽ ഇട്ടിട്ട് തള്ളവിരലും നടുവിരലും ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ നീക്കാം. ഇപ്പം ഓമാണ് ജപിക്കുന്നതെങ്കിൽ ഓം 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 അങ്ങനെ. അത് നമ്മളെ കൊള്ളയാണ് നമ്മൾ നീക്കുന്നത്, ഇങ്ങനെ പുറത്തോട്ടേക്കല്ല. നമ്മളെ കൊള്ളയാണ് നമ്മൾ നീക്കുന്നത്, നമ്മളെ നേരേക്ക് ഇങ്ങനെ ഇങ്ങനെ. പിന്നെ മോതിരവിരലിൽ മിക്കവർക്കും അത്ര കംഫർട്ടല്ല. എനിക്ക് കംഫർട്ടല്ല. അപ്പം അതുകൊണ്ട് ഞാൻ നടുവിരലും യൂസ് ചെയ്യും. നടുവിരലിലും നമുക്കിടാം, മോതിരവിരലിലും നമുക്കിടാം. നടുവിരലിൽ ഇട്ടിട്ട് നമുക്ക് തള്ളവിരലുകൊണ്ട് ഇങ്ങനെ നീക്കാം. ഓം ഓം ഓം. മോതിരവിരലിലാണെങ്കിലും നമുക്ക് ഈ മിഡിൽ ഫിംഗറും തമ്പും തന്നെ യൂസ് ചെയ്ത് ഇങ്ങനെ നീക്കണം എന്നില്ല. തള്ളവിരൽ മാത്രം യൂസ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ നീക്കി പോകാൻ പറ്റും. അങ്ങനെ 2 രീതിയാണ് പൊതുവേ കാണുന്നത്. പിന്നെ ഒരു രീതി കണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മോതിരവിരലും തമ്പും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആ ഒരു ജോയിന്റ് ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇങ്ങനെ നടുവിരലുകൊണ്ട് നീക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പൊതുവെ അങ്ങനെ ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ ഇടത്തെ കയ്യിലിട്ടിട്ടൊന്ന് കാണിച്ചു തരാം. വലത്തെ കയ്യിൽ ക്യാമറ എത്രത്തോളം കാണുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളിത് നടുവിരലിലിട്ടിട്ട് നമ്മളിങ്ങനെ തമ്പ് വെച്ചിട്ട് ഇങ്ങനെ നീക്കാം, ഇങ്ങനെ നീക്കി പോവാം. അല്ലെങ്കിൽ മോതിരവിരലിലിട്ടിട്ട് നമുക്ക് ഇങ്ങനെ നടുവിരലും മോതിരവിരലും കൂടെ ഉപയോഗിച്ച് നടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് നീക്കാം. അല്ലെങ്കിൽ മോതിരവിരലിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെയും നീക്കി പോവാം. എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ നമ്മളെ സൗകര്യം പോലെ ചെയ്യാം. ഞാൻ നടുവിരലിൽ ഇട്ടിട്ട് തള്ളവിരലുകൊണ്ടാണ് നീക്കുന്നത്. ഈ ഓരോ വിരലിനും പ്രത്യേകത ഉണ്ട്. നടുവിരലിൽ ഇട്ടിട്ട് നമ്മൾ നീക്കുന്ന സമയത്ത് പേര്, പ്രശസ്തി അങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത്. മോതിരവിരലാണെങ്കിൽ ധനം. നമ്മൾ നടുവിരലിലിട്ടാൽ ഇതെല്ലാം ഹായ് അങ്ങനെ. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ചിലരൊക്കെ ചമ്രം അടഞ്ഞിരുന്ന് കാൽമുട്ടിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചൊല്ലുന്ന കാണാറുണ്ട്. അങ്ങനെയല്ല, ഇത് നേരെ ഹൃദയത്തിൽ പിടിച്ചിട്ട് വേണം ചൊല്ലാൻ. ഹൃദയചക്രത്തിൽ നേരെ പിടിച്ചിട്ടാണ് നമ്മളിത് ചൊല്ലേണ്ടത്. അപ്പം 108 മുത്തുള്ളതൊക്കെ ആണെങ്കിൽ താഴെ മുട്ടാൻ പാടില്ല. പിന്നെ തറയിൽ മുട്ടരുത്, കാലിൽ മുട്ടരുത്, നാഭിക്ക് താഴെ പോവാനും പാടില്ല. അങ്ങനെയാണ് പറയുന്നത്. അപ്പം നമ്മളിത് ഇടത്തെ കൈ നമ്മുടെ നാഭിക്ക് മുകളിൽ വെച്ചിട്ട്
കൈ കൊണ്ട് ഇങ്ങനെ മാലേനെ ഇങ്ങനെ താങ്ങാം. ഇങ്ങനെ താങ്ങിയിട്ട് ഇങ്ങനെ ജപിക്കാം. അപ്പം താഴെ മുട്ടില്ല. താഴെ മുട്ടരുതെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ജപശക്തി ഭൂമിയിലേക്ക് ലയിച്ചു പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താഴെ മുട്ടാതെ ജപിക്കണം എന്ന് പറയുന്നത്. പിന്നെ ചമ്രം മടഞ്ഞിരുന്നിട്ടാണ് നമ്മൾ ജപിക്കുക. നമ്മൾ കംഫർട്ട് പൊസിഷനിൽ നമുക്ക് ഇരിക്കാം. ഹൃദയചക്രത്തിന് നേരെ പിടിച്ചിട്ട് വേണം ഇത് ജപിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടുന്ന് തുടങ്ങി, ഞാനിപ്പോൾ താഴെ വെക്കുന്നുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ ചൊല്ലി നമ്മൾ ഇത് 108 മുത്താണ് ഉള്ളത്. 108 മുത്ത്, പിന്നെ 109ാമത്തെ മുത്ത് ഗുരുമുത്ത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ചൊല്ലിത്തുടങ്ങി ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് 108 ആവും. പിന്നെയും നമുക്ക് ഒരു റൗണ്ടും കൂടെ ചൊല്ലണം എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ ഗുരുമുത്ത് ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഗുരുമുത്ത് ഒരിക്കലും ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പം നമ്മൾ എങ്ങനെയാ ഇത് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് മാല തിരിച്ചിടണം. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു നൂല് കെട്ടാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ഇവിടുന്ന് കേട്ടോ തുടങ്ങുന്നത്. ഇവിടുന്ന് തുടങ്ങി നമ്മളിങ്ങനെ പോയി നമ്മൾ ഇവിടെ എത്തി. ഇവിടെ അവസാനിച്ചാൽ വീണ്ടും നമ്മളിങ്ങനെ പോകരുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, മാല അപ്പുറത്തോട്ട് തിരിച്ചിടണം. അപ്പം ഈ നൂല് ഇവിടെയാണുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കിട്ടിയതാ, ഇവിടെയാണുള്ളത്. അപ്പം നമുക്ക് മാല തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ നൂലുള്ള ഭാഗം അപ്പുറം പോകണം. അപ്പം നമ്മൾ ഈ മിഡിൽ ഫിംഗറിൻ്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ റിംഗ് ഫിംഗറിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഈ തമ്പിലോട്ട് മാറ്റുക. എന്തിനെ, മാലേനെ മാറ്റി. കണ്ടല്ലോ, ഇങ്ങനെ പിടിച്ചു, നേരെ ഇങ്ങോട്ടിട്ടു. എന്നിട്ട് ഈ വിരൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാലേനെ മുറുക്കി പിടിക്കുക. എന്നിട്ട് അങ്ങ് തിരിക്കുക. തിരിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി, ഈ നൂലുള്ള ഭാഗം അപ്പുറം പോയില്ലേ, അത് ഇവിടെ ആയിരുന്നില്ലേ? മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ കാണിച്ചു തരാം. നൂലുള്ള ഭാഗം ഇവിടെയാണ്. നമ്മൾ ചൊല്ലി ഇവിടെ എത്തി. നേരെ തമ്മിലോട്ട് മാറ്റി. എന്നിട്ട് മാലേനെ ഒന്ന് വിരലുകൊണ്ട് പിടിച്ചു, തിരിച്ചപ്പോൾ അപ്പുറത്തെത്തി. ഇനി ഇതൊന്നും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നേരെ എടുക്കുക, തിരിച്ചങ്ങോട്ട് വയ്ക്കുക. ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിപ്പം 54 മുത്തുള്ള മാല വാങ്ങിക്കാൻ കിട്ടും. 54 മുത്തുള്ളവർക്ക് 108 കൗണ്ട് ആവണമെങ്കിൽ 2 റൗണ്ട് ചൊല്ലണം. അപ്പോൾ അവരെന്തായാലും ഇതിങ്ങനെ തിരിക്കേണ്ടി വരും. ഇനി അതെല്ലാം 108 ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ 108 ഉള്ളവർക്ക് തന്നെ 2-3 പ്രാവശ്യം ചൊല്ലണം, അല്ലെങ്കിൽ 1008 ജപിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ തിരിച്ചിട്ട് ചൊല്ലാം. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, പലർക്കും പല സംശയം ഉണ്ടാവും ഏത് സമയത്ത് ചൊല്ലണം എന്നുള്ളത്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാൻ പറ്റും, അതിലൊരു വിഷയവുമില്ല. ആചാര്യന്മാർ പറയുന്നത് ജപമാലയെ തന്നെ ജപിക്കണം എന്നാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായി നമ്മളൊരു ജപമാല ഉപയോഗിക്കുമ്പോൾ അതിൽ മന്ത്രത്തിൻ്റെ ശക്തി ഉണ്ടാവും. അപ്പം ഈ മന്ത്രശക്തി ജപമാലയിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും മനസ്സിനൊരു വിഷമമൊക്കെ വരുന്ന സമയത്ത് ഈ ജപമാല കഴുത്തിലിട്ട് ഒരു 15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളങ്ങ് കൂളാവും. പിന്നെ സ്ഥിരമായിട്ട് ഒരു ജപമാല തന്നെ ഉപയോഗിക്കണം, അല്ലാതെ ഇന്ന് ഒന്ന് നാളെ വേറൊന്ന് അങ്ങനെയില്ല. അതുകൊണ്ട് അപ്പോഴാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു മാല തന്നെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളെ ഈ ജപമാല മന്ത്രശക്തി ശക്തി ക്യാരി ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഒരു മാല തന്നെ ഉപയോഗിക്കണം. പിന്നെ ഈ മാല നമ്മൾ നിലത്ത് വെക്കാൻ പാടില്ല. എന്തെങ്കിലും ഇതുപോലൊരു തളികയിലോ അങ്ങനെ എന്തെങ്കിലും വേണം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലരൊക്കെ ഈ സഞ്ചി ഉപയോഗിക്കും. ജപമാല സൂക്ഷിക്കാനായിട്ട് ഒരു സഞ്ചി കാണാം. നമുക്ക് കൈ അതിലിടാൻ പറ്റും. ഒരു കുഞ്ഞു ഹോൾ ഉണ്ടാവും ഈ ചൂണ്ടുവിരൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ജപിക്കുന്ന സമയത്ത് ഒരിക്കലും ചൂണ്ടുവിരൽ തട്ടാൻ പാടില്ല. ചൂണ്ടുവിരൽ അഹങ്കാരത്തിന്റെ തത്വമാണ്, ഈഗോ, അഹംതത്വമാണ് ചൂണ്ടുവിരൽ. അപ്പൊ ചൂണ്ടുവിരൽ ഒരിക്കലും നമ്മൾ ജപിക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല. അപ്പൊ ചൂണ്ടുവിരൽ തട്ടാതെ ജപിക്കാൻ വേണ്ടിയിട്ട് ഈ സഞ്ചിക്ക് ഒരു ഹോൾ ഉണ്ടാവും ചൂണ്ടുവിരൽ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഏത് ജപമാലയാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഫടികവും തുളസിയും രുദ്രാക്ഷവും ഒക്കെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ജപിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് വെച്ച് സംസാരിച്ചാൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങണം.
നമ്മൾ ആ നാമം അല്ലാതെ വേറെ സംസാരിക്കുകയാണല്ലോ. അതുപോലെ നമ്മൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാലൊക്കെ ഒന്നേന്ന് തുടങ്ങി ജപിക്കണം. പിന്നെ ജപമാല ഇല്ലാത്തവർ വിഷമിക്കേണ്ട, അവർക്ക് ജപിക്കാനുള്ള വഴി അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇപ്പൊ തന്നെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി. അപ്പൊ ശരി, എന്നാ അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട ആരും. 30-നാണ് നമ്മുടെ ലളിതാ സഹസ്രനാമത്തിന്റെ ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത്, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച. അപ്പൊ മറക്കാതെ എല്ലാവരും കാണാം. നമസ്തേ, നന്ദി.